ശരീരത്തിന് അതിൻ്റേതായ ഒരു മനസ്സുണ്ടെന്ന് ഞങ്ങൾ ചിലപ്പോൾ പറയാറുണ്ട്. എന്നാൽ ഫ്രഞ്ച് തത്വചിന്തകനായ മൈക്കൽ ഡി മൊണ്ടെയ്ൻ ഒരുപടി കൂടി മുമ്പിലേക്ക് പോയി ശരീരത്തിന്റെ ഓരോ ഭാഗത്തിനും അതിൻ്റേതായ വികാരങ്ങളും അതിൻ്റേതായ അജണ്ടയും ഉണ്ടെന്ന് നിർദ്ദേശിച്ചു. ലിംഗത്തിന്റെ സ്വാതന്ത്ര്യത്തിൽ മൊണ്ടെയ്ൻ ഏറ്റവും ആകർഷിച്ചു. നമ്മുടെ ശരീരത്തിലെ ഈ അവയവത്തിന്റെ തോന്നിയാസവും അനുസരണക്കേടും എന്താണെന്ന് നോക്കൂ. അത് നമുക്ക് ആവശ്യമില്ലാത്തപ്പോൾ വളരെ അപ്രസക്തമായി മുമ്പിലേക്ക് കുതിക്കുന്നു. അത് നമുക്ക് ഏറ്റവും ആവശ്യമുള്ളപ്പോൾ അനുചിതമായി നമ്മെ നിരാശപ്പെടുത്തുന്നു. അത് നമ്മുടെ ഇച്ഛാശക്തിയോടെ അധികാരത്തിനായി മത്സരിക്കുന്നു. നമ്മുടെ മുഖഭാവങ്ങൾ രഹസ്യ ചിന്തകളെ ഒറ്റിക്കൊടുക്കുന്ന രീതികളും മൊണ്ടെയ്ൻ ശ്രദ്ധിച്ചു. തലമുടി വടി പോലെ നിൽക്കുന്നു. ഹൃദയമിടിപ്പ് വർദ്ധിക്കുന്നു, നാവുകൾ സംസാരിക്കുന്നില്ല. കുടലുകളും മലദ്വാരവും നമ്മുടെ ആഗ്രഹങ്ങൾക്കതീതമായോ അല്ലെങ്കിൽ അവയ്ക്ക് വിരുദ്ധമായോ അനുയോജ്യമായ വികാസങ്ങൾക്കും സങ്കോചങ്ങൾക്കും വിധേയമാകുന്നു. ഈ ഇഫക്റ്റുകളിൽ ചിലത് സ്വയമേവയുള്ള നാഡീവ്യൂഹം, നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളെയും ഗ്രന്ഥികളെയും നിയന്ത്രിക്കുന്ന ഞരമ്പുകളുടെ ശൃംഖല, സ്വമേധയാ അല്ലെങ്കിൽ ബോധപൂർവമായ നിയന്ത്രണത്തിൽ നിന്ന് പൂർണ്ണമായും സ്വതന്ത്രമായ ഒരു ശൃംഖല മൂലമാണ് ഉണ്ടാകുന്നതെന്ന് നമുക്കറിയാം. നമ്മുടെ കുടൽ രണ്ടാമത്തെ ബ്രെയിൻ ആയി പ്രവർത്തിക്കുന്നു. 100ഓളം ദശലക്ഷത്തിലധികം ന്യൂറോണുകളുടെ ഒരു വലിയ ശൃംഖലയാൽ നമ്മുടെ കുടലുകൾ അണിനിരന്നിരിക്കുന്നു. ഭക്ഷണത്തിൽ നിന്ന് പോഷകങ്ങൾ സംസ്കരിക്കുകയും വേർതിരിച്ചെടുക്കുകയും ചെയ്യുന്ന രാസശുദ്ധീകരണശാലയായി പ്രവർത്തിക്കുന്നു. നമ്മുടെ രണ്ടാമത്തെ മസ്തിഷ്കമായ ഈ കുടൽ ഒരു പ്രാദേശിക ഭരണകേന്ദ്രം പോലെയാണ്. തലയിലെ മസ്തിഷ്കത്തിന് ബുദ്ധിമുട്ട് കൊടുക്കാതെ സ്വന്തമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു. അപ്പോൾ ഈ കുടൽ മസ്തിഷ്കം തലയിലെ മസ്തിഷ്കത്തിൽ നിന്ന് ഉത്തരവുകൾ സ്വീകരിക്കുകയും പറഞ്ഞതുപോലെ പ്രവർത്തിക്കുകയും ചെയ്യുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചേക്കാം. എന്നാൽ കുടലിലെ മസ്തിഷ്കത്തിന് ഉയർന്ന അളവിലുള്ള സ്വയംഭരണാധികാരമുണ്ട്. തലച്ചോറിലെ പ്രധാന നാഡിയായ വാഗസ് നാഡി വിച്ഛേദിക്കപ്പെട്ടാലും കുടൽ നന്നായി പ്രവർത്തിക്കുന്നു. ഈ കുടൽ മസ്തിഷ്കം അതിന്റെ സ്വാതന്ത്ര്യത്തെ പലതരത്തിൽ അറിയിക്കുന്നു. കുടൽ വേസ്റ്റ് പുറന്തള്ളാൻ തീരുമാനിക്കുമ്പോൾ ബോവെൽ സിൻഡ്രോമിന് കാരണമാകുന്നു. കുടലിലെ അണുബാധകൾ കണ്ടെത്തുമ്പോൾ തലച്ചോറിൽ ഉത്കണ്ഠ ഉളവാക്കുന്നു. ഇത് ഉചിതമായ കൂടുതൽ ജാഗ്രതയോടെ പ്രവർത്തിക്കാൻ നിങ്ങളെ നയിക്കുന്നു. ബ്രെയിനിലെ പ്രധാന ന്യൂറോ ട്രാൻസ്മിറ്ററുകളായ അസറ്റൈൽ കോളിൻ, സെറോഡോണിൻ എന്നിവയെ ബാധിക്കുന്ന എന്തിനോടും അപ്രതീക്ഷിതമായ രീതിയിൽ കുടൽ മസ്തിഷ്കം പ്രതികരിക്കുന്നു. അതിനാൽ ആന്റി ഡിപ്രഷൻ മരുന്ന് കഴിക്കുമ്പോൾ പ്രാരംഭ പാർശ്വഫലങ്ങളിൽ പലതും ഓക്കാനം, മലവിസർജന പ്രവർത്തനത്തിലെ മാറ്റങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. തലയുടെ തലച്ചോറിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നത് കുടലിന്റെ തലച്ചോറിന്റെ പ്രവർത്തനത്തെ നേരിട്ട് തടസ്സപ്പെടുത്തും. കുടൽ മസ്തിഷ്കത്തിന്റെ സ്വാതന്ത്ര്യവും ജനനേന്ദ്രിയത്തിലെ മാറ്റങ്ങളുടെ സ്വയംഭരണ സ്വഭാവവും കൂടിച്ചേർന്ന് അടിവയറ്റിൽ 3 താഴ്ന്ന ചക്രങ്ങൾ അടങ്ങിയിരിക്കുന്ന പുരാതന ഇന്ത്യൻ സിദ്ധാന്തങ്ങൾക്ക് സംഭാവന നൽകിയിരിക്കാം. വൻകുടൽ, മലദ്വാരം, ലൈംഗികാവയവങ്ങൾ, കുടൽ എന്നിവയുമായി ബന്ധപ്പെട്ട ഊർജ്ജ കേന്ദ്രങ്ങളാണ് ഈ 3 ചക്രങ്ങളും. കുടൽ ചക്രം കുടലിലെ വികാരങ്ങളുടെയും അവബോധങ്ങളുടെയും ഉറവിടമാണെന്ന് പോലും പറയപ്പെടുന്നു. അതായത് സ്വന്തം മനസ്സിനു പുറത്ത് എവിടെയോ നിന്ന് വരുന്ന ആശയങ്ങൾ